US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യൻ ഇറക്കുമതികൾക്ക് ഏർപ്പെടുത്തിയ ശിക്ഷാ തീരുവ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കില്ലെന്നും ഇന്ത്യയുടെ സോവറിൻ റേറ്റിംഗ് കാഴ്ചപ്പാട് പോസിറ്റീവായി തുടരുമെന്നും വ്യക്തമാക്കി സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ ഗ്ലോബൽ റേറ്റിംഗ് ഡയറക്ടർ യി ഫോൺഫുവ. ഓഗസ്റ്റ് 7-ന് ആരംഭിച്ച 25% റഷ്യൻ എണ്ണ വാങ്ങിയതിന് പിഴയായി ഓഗസ്റ്റ് 28-ന് പ്രാബല്യത്തിൽ വരാനിരിക്കുന്ന 25% ഉൾപ്പെടുന്ന 50% US താരിഫ് ന്യൂഡൽഹി നേരിടുന്നുണ്ട്. ഓഗസ്റ്റ് 13-ന് ഏഷ്യ പസഫിക് സോവറിൻ റേറ്റിംഗുകളെ കുറിച്ചുള്ള ഒരു വെബിനാറിൽ സംസാരിച്ച ഫുവ ഇന്ത്യ ഒരു വ്യാപാരാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയല്ലെന്നും GDP-യിലേക്കുള്ള കയറ്റുമതിയുടെ കാര്യത്തിൽ US-ഉമായുള്ള രാജ്യത്തിന്റെ എക്സ്പോഷർ വെറും 2% മാത്രമാണെന്നും വിശദീകരിച്ചു. ഇന്ത്യക്ക് മേൽ ചുമത്തിയ താരിഫുകൾ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമെന്ന് കരുതുന്നില്ല. കാരണം ഇന്ത്യ വളരെ വ്യാപാരാധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയല്ല. GDP-യിലേക്കുള്ള കയറ്റുമതിയുടെ കാര്യത്തിൽ US-ഉമായുള്ള ഇന്ത്യയുടെ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ അത് ഏകദേശം 2% മാത്രമാണ്. താരിഫ് ഏർപ്പെടുത്തൽ ഇന്ത്യയുടെ പോസിറ്റീവ് വീക്ഷണത്തിന് ദോഷകരമായ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ശക്തമായ സാമ്പത്തിക വളർച്ച ചൂണ്ടിക്കാട്ടി S&P ഇന്ത്യയുടെ സോവറിൻ റേറ്റിംഗ് ആയ BBB-നെ കുറിച്ച് കാഴ്ചപ്പാട് പോസിറ്റീവായി ഉയർത്തിയിരുന്നു. SPയുടെ ഏറ്റവും പുതിയ പ്രവചനങ്ങൾ കാണിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പ്രകടനത്തിന് സമാനമായി നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ച 6.5% സ്ഥിരമായി തുടരുമെന്നാണ്. ഫാർമസ്യൂട്ടിക്കൽസ്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ് എന്നിവയുൾപ്പെടെ US-ലേക്ക് കയറ്റുമതി ചെയ്യുന്ന പ്രധാന മേഖലകളെ താരിഫുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഈ ഫോൺ കൂട്ടിച്ചേർത്തു. ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതിനാൽ ഇന്ത്യയെക്കുറിച്ചുള്ള പോസിറ്റീവ് കാഴ്ചപ്പാട് തുടരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. US താരിഫുകൾ ഇന്ത്യയിലേക്കുള്ള നിക്ഷേപ പ്രവാഹത്തെ ബാധിക്കുമോ എന്ന ചോദ്യത്തിന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബിസിനസ്സുകളിൽ ചൈന +1 തന്ത്രം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായാണ് കമ്പനികൾ ഇന്ത്യയിൽ ബിസിനസ്സുകൾ സ്ഥാപിക്കുന്നതെന്നും S&P ഡയറക്ടർ വ്യക്തമാക്കി. പല US-ലേക്ക് മാത്രം കയറ്റുമതി ചെയ്യാൻ ആഗ്രഹിക്കുന്നുകൊണ്ടല്ല അവിടെ പോകുന്നത്. വലിയ ആഭ്യന്തര വിപണിയും ഉള്ളതുകൊണ്ടാണ് അവരിൽ പലരും അവിടെ പോകുന്നത്. വളർന്നുവരുന്ന ഒരു മധ്യവർഗം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്താനും കയറ്റുമതി ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്ക് പോലും അത് US വിപണി ആയിരിക്കണമെന്നില്ല, ഈ ഫാൻ വ്യക്തമാക്കി. 2021-25 ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായിരുന്നു US. ഇന്ത്യയുടെ മൊത്തം ചരക്ക് കയറ്റുമതിയുടെ ഏകദേശം 18%, ഇറക്കുമതിയിൽ 6.22%, ഉഭയകക്ഷി വ്യാപാരത്തിൽ 10.73% US-ൽ നിന്നാണ്. അമേരിക്കയുമായി ഇന്ത്യക്ക് 2023-24 $35.32 ബില്യൺ വ്യാപാര മിച്ചമുണ്ടായിരുന്നു. 2024-25 ഇന്ത്യയും US-ഉം തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $186 ബില്യൺ ലെത്തി. ഇന്ത്യ $86.5 ബില്യൺ സാധനങ്ങൾ കയറ്റുമതി ചെയ്തപ്പോൾ ഇറക്കുമതി $45.3 ബില്യൺ ആയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.